ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ സർക്കിൾസിലെ ഒരു പുതിയ ഭാഗമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഈ പാഠത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാനും എളുപ്പത്തിൽ മാർക്ക് മേടിക്കാനും പറ്റുന്ന ഒരു ചെറിയൊരു ഭാഗം. നോക്കുക, നമ്മുടെ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും ഒരു സർക്കിൾ അവിടെ വരച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? ഒരു വൃത്തമുണ്ട്. നോക്കുക, ഇതാ ഇവിടെ ഒരു സർക്കിൾ. ഞാൻ അതിനകത്ത് ഒരു ഭാഗം അടയാളപ്പെടുത്തുകയാണ് കേട്ടോ. ഇവിടെ ഒരു പോയിൻ്റ് ഇട്ടു എ, ദെൻ ഇവിടെ ഒരു പോയിൻ്റ് ഇട്ടു ബി. അങ്ങനെയെങ്കിൽ ഞാൻ ഈ അടയാളപ്പെടുത്തിയ ഇതേപോലെ കേർവ്ഡ് ആയിട്ടുള്ള ഈ ഭാഗത്തിന് എന്ത് പേരാ വിളിക്കുക? ഒരു വൃത്തത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ഭാഗം, ഈ ഭാഗത്തിന് താഴെ ആകാട്ടോ, മേളിൽ മാത്രമല്ല, ഇങ്ങനെ വരയ്ക്കാം. സർക്കിളിൽ ഏതെങ്കിലും ഒരു ഭാഗം ഇങ്ങനെയൊക്കെ വരയ്ക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗത്തിന് നമ്മൾ എന്താ വിളിക്കുക? ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ അതിന് വിളിക്കുന്ന പേര്? ചാപം അല്ലെങ്കിൽ ആർക്ക് എന്നാണ് നമ്മൾ പറയുക. എന്താ പറയുക? ആർക്ക് അല്ലെങ്കിൽ ചാപം. വൃത്തത്തിലെ ഏതെങ്കിലും എനി പാർട്ട് ഓഫ് എ സർക്കിൾ, വൃത്തത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് ആർക്ക് അല്ലെങ്കിൽ ചാപം. സെറ്റല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാനിവിടെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന സാധനം കണ്ടോ? എ ബി എന്ന് പറയുന്ന ഈ ഭാഗം, എ ബി എന്ന് പറയുന്ന ഈ ഭാഗം എന്താണ്? ഒരു ചാപമാണ് അല്ലെങ്കിൽ ഒരു ആർക്കാണ്. ശരി, ഞാൻ എ ബി എന്ന് പറയുന്ന ഒരു ആർക്ക് ഇവിടെ മാർക്ക് ചെയ്തു. അങ്ങനെയെങ്കിൽ ഇതിനപ്പുറത്തെ ഒരു ഭാഗമുണ്ട് അല്ലേ? അപ്പുറത്തെ ഒരു ഭാഗമുണ്ട്. ഇറ്റ് ഇവിടെ നോക്കിക്കേ, ഈ ഒരു ഭാഗം കണ്ടോ? ഈ ഒരു ഭാഗം, ഈ മേളിൽ നമുക്ക് വേണമെങ്കിൽ മഞ്ഞ ലൈനിൽ ഇങ്ങനെ വരയ്ക്കുക. ഇതാ ഇങ്ങനെ 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 ഇവിടെ നിന്ന് ഇവിടം വരെയുണ്ട്. അതായത് എ എന്ന് പറയുന്ന എ ബി ഇവിടെയാണ്. ഇതിൻ്റെ മറുഭാഗമുണ്ട്. ഈ മറുഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തായിരിക്കും? നമ്മൾ കൺസിഡർ ചെയ്ത് നമ്മൾ എടുത്തതിന് ചാപത്തെന്ന് വിളിച്ചു. അങ്ങനെയെങ്കിൽ അതിൻ്റെ മറുഭാഗത്തിന് നമ്മൾ എന്ത് വിളിക്കും? വളരെ എളുപ്പം, എന്ത് വിളിക്കും? മറുചാപം. എന്താ വിളിക്കുക? മറുചാപം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നമ്മൾ എടുത്ത ഭാഗത്തിന് നമ്മൾ എന്ത് വിളിച്ചു? ആർക്കെന്ന് വിളിച്ചു. അങ്ങനെയെങ്കിൽ അതിൻ്റെ മറുഭാഗത്തിന് എന്ത് വിളിക്കും? ഓൾട്ടർനേറ്റ് ആർക്കെന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഓൾട്ടർനേറ്റ് ആർക്ക്. മറക്കണ്ട, എന്താ വിളിക്കുക? ഓൾട്ടർനേറ്റ് ആർക്ക്. ചാപവും മറുചാപവും. ഇനി പ്രധാനപ്പെട്ട സാധനം നമുക്ക് പഠിക്കാം. സിമ്പിളാട്ടോ. ഒരു ചാപം, ഇപ്പോൾ സപ്പോസ് നമ്മൾ എ ബി എന്ന് കൺസിഡർ ചെയ്തു. ഇത് സർക്കിളിൻ്റെ സെൻറ്ററാണ്. ഞാൻ വേണേൽ ഒരു വേറെ കളറിൽ അടയാളപ്പെടുത്താം. ദെൻ ഒ ഈസ് എ സെൻറ്റർ ഓഫ് ദി സർക്കിൾ. ഇത് വൃത്തത്തിൻ്റെ കേന്ദ്രമാണ്. അപ്പോൾ എ ബി എന്ന് പറയുന്ന ചാപം വൃത്തത്തിൻ്റെ കേന്ദ്രത്തിലുണ്ടാക്കിയ കോണാണ് സി എന്ന് വിചാരിക്കുക. എന്തെന്ന് വിചാരിക്കണം? സി, സെൻട്രൽ ആംഗിൾ, കേന്ദ്ര കോൺ. അങ്ങനെയെങ്കിൽ ഈ എ ബി വൃത്തത്തിൻ്റെ ചാപത്തിലുണ്ടാക്കിയ കോണല്ലേ ഈ പി എന്ന് പറയുന്നത്? ഞാൻ പി എന്ന് അടയാളപ്പെടുത്തി. ഓൾട്ടർനേറ്റ് ആർക്കിൽ സെൻട്രലിലുണ്ടാക്കി. ഇനി മറുചാപത്തിൽ അതിൻ്റെ മറുഭാഗത്തുണ്ടാക്കിയ കോണാണ് ഏത്? പി ആണോ? നമ്മൾ എടുത്തത് ഒരു ആർക്ക്, അത് സെൻറ്ററിൽ ഒരു ആംഗിൾ ഉണ്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? മറുഭാഗത്ത് മറുചാപത്തിൽ എന്തുണ്ടാക്കി? ഒരു കോണുണ്ടാക്കി. അതാണ് നമ്മുടെ പി എന്ന് പറയുന്ന കോണ്. അങ്ങനെയെങ്കിൽ ഒരു ചാപം മറുചാപത്തിലുണ്ടാക്കുന്ന കോണ് അത് കേന്ദ്രത്തിലുണ്ടാക്കിയ കോണിൻ്റെ പകുതിയായിരിക്കും. ഇപ്പോൾ സെൻറ്ററിൽ സി എന്ന് പറയുന്ന ആംഗിളാണ് ഉണ്ടാക്കിയതെങ്കിൽ മക്കളെ, അത് മറുചാപത്തിലുണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? C/2 ആയിരിക്കും. കേന്ദ്ര കോണിൻ്റെ പകുതിയായിരിക്കും. അതായത് ഒരു ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, മറുചാപത്തിലുണ്ടാക്കുന്ന കോണ് സെൻട്രൽ ആംഗിളിന്, അതിൻ്റെ സെൻട്രലിലുണ്ടാക്കുന്ന ആംഗിളിൻ്റെ, കേന്ദ്രത്തിലുണ്ടാക്കിയ കോണിൻ്റെ പകുതിയായിരിക്കും. മനസ്സിലായോ? വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പോൾ ഞാനിവിടെ ഒരു ആർക്ക് വരയ്ക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ പച്ച നിറത്തെ അടയാളപ്പെടുത്താം. ഇവിടെ ഞാനിതുണ്ടാക്കിയത് ഏകദേശം 80 ഡിഗ്രി എന്ന് ഞാൻ അടയാളപ്പെടുത്തി. അതായത് നമ്മുടെ ചാപം ഏതാണ്? ഇതാണ് നമ്മുടെ ആർക്ക് കേട്ടോ. ഞാൻ പേരൊന്നും കൊടുക്കുന്നില്ല. ആ ആർക്ക് കണ്ടില്ലേ? അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ആർക്ക്, അത് സെൻറ്ററിലുണ്ടാക്കിയ ആംഗിൾ എത്രയാണ്? 80 ഡിഗ്രി. അങ്ങനെയെങ്കിൽ അത് മറുചാപത്തിലുണ്ടാക്കുന്ന കോൺ ഓൾട്ടർനേറ്റ് ആർക്ക്. ഓൾട്ടർനേറ്റ് ആർക്ക് എവിടം തുടങ്ങുന്നത്? ഇവിടം തൊട്ട് ഇങ്ങനെ വന്ന് ഇവിടം വരെയുള്ള ആ വട്ടമാണ് എന്ത്? ഓൾട്ടർനേറ്റ് ആർക്ക് അല്ലെങ്കിൽ മറുചാപം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ചാപം മറുചാപത്തിലുണ്ടാക്കിയ കോൺ ഓൾട്ടർനേറ്റ് ആർക്കിലുണ്ടാക്കിയ ആംഗിൾ എത്രയായിരിക്കും? സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. ഇത് 80 ആണെങ്കിൽ 80ൻ്റെ പകുതി എത്രയാടാ? എത്രയാ? 40 ഡിഗ്രി. ഓക്കെ, 80ൻ്റെ പകുതി എത്രയാണ്? 40 ഡിഗ്രിയാണ്. അപ്പോൾ അത് എത്രയായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. ഇനി ഇപ്പുറത്തേക്ക് വരട്ടെ. ഞാൻ ഇവിടെ ഒരെണ്ണം അടയാളപ്പെടുത്തട്ടെ. നിങ്ങളതിൻ്റെ ഉത്തരം എനിക്ക് പറയണേ. ഇത് 120 ഡിഗ്രിയാണെന്ന് വിചാരിക്കാം. 120 ഡിഗ്രിയാണ്. ഏത് ചാപം? ഈ ആർക്ക്, ഈ ചാപം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെറുതെ വരച്ചിടാം. ഈ ആർക്ക്
ഈ ആർക്ക് സെൻറ്ററിലുണ്ടാക്കിയ ആംഗിള് 120 ഡിഗ്രിയാണ്, 120 ഡിഗ്രിയാണ്. എൻ്റെ മിടുക്കന്മാരും മിടുക്കികളൊക്കെ ഈ ആൻസർ ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്കറിയാലോ ആ ആംഗിൾ എത്രയായിരിക്കും? വേണമെങ്കിൽ സാർ ഇവിടുന്ന് എക്സ് എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ എക്സ് ഡിഗ്രി എത്രയായിരിക്കും നിങ്ങൾക്ക് പറയാമോ? ദിസ് ആംഗിൾ, ഓക്കെ, ഈ അടയാളപ്പെടുത്തിയ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? നമ്മൾ പഠിച്ചു അല്ലേ, ഒരു ശാപം മറുശാപത്തിലുണ്ടാക്കുന്ന കോണ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും. ഒരു ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിലുണ്ടാക്കുന്ന ആംഗിള് സെൻറ്റർ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ ഇവിടെ സെൻറ്ററിലുണ്ടാക്കിയ ആംഗിൾ എത്ര ഡിഗ്രിയാടാ? 120 ഡിഗ്രിയാണ്. ആണോ? അങ്ങനെയാണെങ്കിൽ മറുശാപത്തിലുണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും എന്ന് പറഞ്ഞേ? 120ൻ്റെ പറ 120ൻ്റെ പകുതി. 120ൻ്റെ പകുതി എത്രയാ? 60 ഡിഗ്രി ഇല്ലേ? ഞാൻ പറയണതിന് മുന്നേ ആൻസർ കണ്ടുപിടിച്ച് വെച്ച മിടുക്കന്മാരും മിടുക്കികളുമാണ് എൻ്റെ മുമ്പിലുള്ളതെന്ന് എനിക്കറിയാം. വെരി ഗുഡ്, അങ്ങനെ തന്നെ വേണം. ഓക്കെ, അപ്പോൾ നമ്മളൊരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പഠിച്ചു. ഒരു ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിലുണ്ടാക്കുന്ന ആംഗിൾ സെൻട്രൽ ആംഗിളുടെ പകുതിയായിരിക്കും. അത് ഉപയോഗിച്ചുള്ള 2 കണക്കുകളും നമ്മൾ ചെയ്തു. ഇനി ഒരു കുഞ്ഞു കാര്യം കൂടി നമുക്ക് പഠിക്കാം. ഇപ്പം നമ്മൾ ഇവിടെ 80, 40 എന്നൊക്കെ എഴുതി. ഞാൻ ഈ പോയിൻറ്റിന് പി എന്ന് പറയുന്ന പോയിൻ്റ് പേര് കൊടുത്തേ. ദെൻ ഞാൻ ഇവിടെ ഒരു പോയിൻ്റ് ഇട്ടു, അതിൻ്റെ പേര് ക്യൂ എന്നാണ്. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ ഇങ്ങോട്ടേക്ക് ആംഗിൾ വരച്ചു. എത്ര ഡിഗ്രി ആയിരിക്കും? 40 ഡിഗ്രി. കേന്ദ്രകോണിൻ്റെ പകുതി. നേരെ അപ്പുറത്ത് തന്നെ കോണുണ്ടാക്കണം നിർബന്ധമൊന്നുമില്ല. ഇതാ ഞാൻ 6 എന്ന് പറയുന്ന പോയിൻ്റ് ഞാൻ ഇവിടെ എഴുതി. എന്നിട്ട് ഞാൻ എന്ത് വരച്ചു? ഈ ആർക്കിലേക്ക് വരച്ചു. ഇതാ ഇങ്ങോട്ട് വരച്ചു, ഇതാ ഇങ്ങോട്ടേക്ക് വരച്ചു. ഈ ആർക്കുണ്ടാക്കിയ ആംഗിളാണ്. അങ്ങനെയെങ്കിൽ അതും എത്ര ഡിഗ്രി ആയിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. ഇതും എത്രയായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ഒരു പോയിൻ്റ് ഇട്ടു. ഇതാ ഈ ആർക്കിൽ നിന്നാണ് വരയ്ക്കുന്നത്. ഇങ്ങോട്ടേക്ക് വരച്ചു. ഇതാ ഈ ആർക്കിൻ്റെ 2 അറ്റവും എത്ര ഡിഗ്രി ആയിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. ഇതാ ഞാൻ വേറൊരു പോയിൻ്റ് ഇട്ടു. ഇസഡൊന്നോ എം എന്നോ എന്ത് വേണമെങ്കിലും പോയിൻ്റ് ആയിക്കോട്ടെ. ഞാനിതാ ഈ ആർക്കിൻ്റെ 2 അറ്റങ്ങളിലേക്ക്, ശാപത്തിൻ്റെ 2 അറ്റത്തേക്ക് ഞാൻ വരച്ചു. അങ്ങനെയെങ്കിൽ ഇതും എത്ര ഡിഗ്രി ആയിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. ഒരു ശാപം ശാപത്തുണ്ടാക്കുന്ന കോണുകളെല്ലാം എന്താണ്? തുല്യമാണ്. ഒരു ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിലുണ്ടാക്കുന്ന ആംഗിൾസ് എല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ സപ്പോസ് ഈ ചിത്രത്തിൽ നമുക്ക് ഇവിടെ 120 ഡിഗ്രി വേണ്ട, ഇവിടെ ഒരു ആംഗിൾ ഒന്നും തന്നിട്ടില്ല എന്ന് വിചാരിച്ചോളൂ. ഈ ആർക്ക് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കി. എത്രയാണെന്ന് നമുക്കറിയില്ല. ഇനി സപ്പോസ് ഇതൊരു 70 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി പറയാം ഇതും എത്രയായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ഒരു പോയിൻ്റ് ഇട്ടിട്ട് ഇങ്ങോട്ടേക്ക് വരച്ചു. ഇതാ ഈ ആർക്കിൻ്റെ അറ്റത്തേക്ക് തന്നെയാണ് വരച്ചിരിക്കുന്നത്. ഇതും എത്ര ഡിഗ്രി തന്നെയായിരിക്കും? 70 ഡിഗ്രി തന്നെയായിരിക്കും. ഇപ്പം 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒരു ശാപം മറുശാപത്തിലുണ്ടാക്കുന്ന കോണ് കേന്ദ്രകോണിൻ്റെ പകുതിയാണ്. മാത്രമല്ല ഒരു ശാപം മറുശാപത്തിലുണ്ടാക്കുന്ന കോണുകളെല്ലാം എന്താണ്? ഈക്വലാണ്. ഒരു ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിലുണ്ടാക്കുന്ന ആംഗിൾസ് എല്ലാം എന്തായിരിക്കും? തുല്യമായിരിക്കുമെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അതിൻ്റെ 2-3 ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഇത് നല്ല കൃത്യമായിട്ട് പഠിച്ച് മിടുക്കന്മാരായിട്ട് വരിക. ടേക്ക് കെയർ, ബൈ.